ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ കേവല ഭൂരിപക്ഷത്തിലേക്ക്. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് INDIA സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മുന്നിൽ. രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിലും വയനാട്ടിലും ലീഡ്. കേരളത്തിൽ 17 മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം. ആലത്തൂരിൽ LDF മുന്നിൽ. തിരുവനന്തപുരത്തും തൃശൂരും BJP മുന്നേറ്റം തുടരുന്നു. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും പ്രതിപക്ഷ കക്ഷികൾക്ക് മുന്നേറ്റം. ഒഡീഷയിൽ BJPയും ആന്ധ്രയിൽ TDP സഖ്യവും മുന്നിൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ NDA 280-ലേറെ സീറ്റിലും INDIA സഖ്യം 235-ലേറെ സീറ്റിലും മുന്നേറ്റം തുടരുന്നു. BJP 242-ലേറെ മണ്ഡലങ്ങളിലും കോൺഗ്രസ് 96ഓളം സീറ്റിലും മുന്നിലാണ്. കേരളത്തിൽ 17 സീറ്റിൽ UDFും 1 സീറ്റിൽ LDFും 2 സീറ്റിൽ NDAയും മുന്നേറുന്നു. തിരുവനന്തപുരം, ആലത്തൂർ, തൃശൂർ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും UDFാണ് മുന്നിൽ. 1 മണ്ഡലത്തിൽ LDFും 2 സീറ്റുകളിൽ NDAയും ലീഡ് ചെയ്യുന്നു. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി വാരാണസിയിൽ വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്, റായ്ബറേലി മണ്ഡലങ്ങളിൽ മുന്നേറ്റം തുടരുകയാണ്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 17 ഇടത്തും വ്യക്തമായ ലീഡ് നിലനിർത്തി മികച്ച പ്രകടനമാണ് UDF കാഴ്ചവെക്കുന്നത്. ആലത്തൂർ മാത്രമാണ് LDFന് ലീഡ് നേടാനായത്. തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ മുന്നിലെത്തി BJP കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനുള്ള സാധ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF ലീഡ് ചെയ്യുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ NK പ്രേമചന്ദ്രൻ മുന്നിലാണ്. മണ്ഡലങ്ങളിൽ നിന്നുള്ള വിശേഷങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. നീരജ്, കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥാനാർത്ഥികളുടെ ലീഡ് നില എങ്ങനെയാണ്? മണ്ഡലത്തിലെ മത്സരചിത്രം വ്യക്തമാക്കാമോ? 4 തവണ കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തിയ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള ലീഡ് നില NK പ്രേമചന്ദ്രന് 89,062 ഇതുവരെ 2,56,126 വോട്ടുകൾ പ്രേമചന്ദ്രന് ലഭിച്ചു കഴിഞ്ഞു. സിറ്റിംഗ് MLA LDF സ്ഥാനാർത്ഥിക്ക് ഇതുവരെ 1,67,064 വോട്ടുകളാണ് ലഭിച്ചത്. NDF സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ ഇതുവരെ 1,60,000-ലധികം വോട്ടുകൾ പിന്നിലാണ്. 91,565 വോട്ടുകളാണ് NDF സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഏകദേശം 3.5 ലക്ഷത്തോളം വോട്ടുകളാണ് ഇനി എണ്ണാനുള്ളത്. NK പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരുപക്ഷെ വോട്ടിംഗ്. പത്തനംതിട്ട മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനേക്കാൾ മുന്നിലാണ്. മാവേലിക്കരയിൽ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് മുന്നിൽ നിൽക്കുന്നു. ആലപ്പുഴ മണ്ഡലം LDFൽ നിന്നും UDF തിരിച്ചുപിടിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനേക്കാൾ മുന്നിലാണ്. എറണാകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ 1.5 ലക്ഷത്തിലധികം വോട്ടിന് മുന്നിലെത്തി വിജയമുറപ്പിച്ചു. ചാലക്കുടിയിൽ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനേക്കാൾ 23,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. LDF മുന്നിൽ നിൽക്കുന്ന ആലത്തൂരിൽ CPIM സ്ഥാനാർത്ഥിയും സംസ്ഥാന മന്ത്രിയുമായ K രാധാകൃഷ്ണൻ മുന്നിലാണ്. പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ LDF സ്ഥാനാർത്ഥി A വിജയരാഘവനെതിരെ 48,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗ് വ്യക്തമായ മുന്നേറ്റം തുടരുകയാണ്. മലപ്പുറത്ത് ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ 1,38,000-ലധികം വോട്ടിനും പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി 1.12 ലക്ഷത്തിലേറെ വോട്ടിനും ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവൻ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് മുന്നിലാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലനിർത്തുകയാണ്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഭരിത, പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൌണ്ട് തുറക്കുക എന്ന BJPയുടെ ദീർഘകാല അഭിലാഷമാണ് സുരേഷ് ഗോപിയിലൂടെ സഫലമാകാൻ പോകുന്നത്. എന്താണ് തൃശൂരിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വൻ ലീഡിൽ മുന്നേറുന്ന കാഴ്ചയാണ് തൃശൂരിൽ നിന്നുള്ള വിവരം. രാവിലെ വോട്ടെണ്ണുമ്പോൾ ആദ്യ ലീഡ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനായിരുന്നുവെന്നാൽ തുടർന്നങ്ങോട്ട് ഇന്നേരം അത്രയും ഗംഭീര ലീഡാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേടിയിരിക്കുന്നത്.
തുടർച്ചയായി ഉയർന്ന ലീഡാണ് സുരേഷ് ഗോപി സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് വിജയസമാനമായ ഒരു മുന്നേറ്റം തന്നെയാണെന്ന് പറയാതെ വയ്യ. ഉയർന്ന ലീഡ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏതാണ്ട് 70,000-ഓളം എത്തി നിൽക്കുന്നു. ഏതാണ്ട് 10 റൌണ്ടാണ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. അവിശ്വസനീയമായ മുന്നേറ്റം തന്നെയാണെന്ന് പറയാതെ വയ്യ. തൊട്ടുപുറകിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണുള്ളത്. കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. UDFന്റെ സിറ്റിംഗ് സീറ്റിൽ നിന്നാണ് 3ാം സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥി മാറിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തൃശൂരിലെ BJP മുന്നേറ്റത്തെ ആവേശത്തോടെ തന്നെ പ്രവർത്തകർ ഏറ്റെടുത്തു കഴിഞ്ഞു. നഗരത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ വടകര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ 50,000-ലേറെ വോട്ടുകൾക്ക് മുന്നിലാണ്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി 1.86 ലക്ഷത്തിലേറെ വോട്ടുമായി വിജയം ഉറപ്പിച്ചു. കണ്ണൂരിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും UDF സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ 40,000-ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 20,000-ലേറെ വോട്ടുകൾക്ക് മുന്നിലാണ്. ലക്ഷദ്വീപിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സെയ്ദ് മുന്നേറുന്നു. സിറ്റിംഗ് MPയും NCP ശരത് പവാർ പക്ഷ നേതാവുമായ PP അബ്ദുൾ ഫൈസൽ പിന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ കവർത്തി ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വോട്ടെണ്ണലിൽ 4ാം റൌണ്ട് പൂർത്തിയാവുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുഹമ്മദ് ഹംദുള്ള സയ്യിദ് വ്യക്തമായ ലീഡോടുകൂടി മുന്നിട്ട് നിൽക്കുന്നു. 2ാം സ്ഥാനത്ത് NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസലാണ്. 10 ദ്വീപുകളിലെ 55 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നും 4ാം റൌണ്ടിൽ 40 സ്റ്റേഷനുകളിലെ വോട്ടെണ്ണലാണ് ഇതുവരെയായും പിന്നിട്ടത്. മൊത്തം 6 റൌണ്ടുകളാണ് പൂർത്തീകരിക്കാനുള്ളത്. ബാക്കി 15 വോട്ടിംഗ് സ്റ്റേഷനുകളിലെ വോട്ടുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകളിൽ DMKയും 8 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. CPIMഉം CPIയും VCKയും 2 സീറ്റിൽ വീതവും PMK, DMDK, MDMK, മുസ്ലിം ലീഗ് എന്നീ കക്ഷികൾ ഓരോ സീറ്റുകളിലും മുന്നിലാണ്. നീലഗിരി മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകൻ പിന്നിലാണ്. തെലങ്കാന, പുതുച്ചേരി മുൻ ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ ചെന്നൈ സൌത്ത് സീറ്റിൽ പിന്നിലാണ്. കനിമൊഴി, A രാജ, ദയാനിധി മാരൻ ഉൾപ്പെടെയുള്ള DMK നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ മുന്നിലാണ്. കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 16 BJP മുന്നിലാണ്. JDS 2 കോൺഗ്രസ് 10 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിൽ 25 മണ്ഡലങ്ങളിൽ TDP 16 സീറ്റുകളിൽ മുന്നിലാണ്. 3 BJPയും YSRCP 4 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. തെലങ്കാനയിൽ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP 8 ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 8 സീറ്റുകളിൽ മുന്നിലാണ്. ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ AIMIM അധ്യക്ഷൻ അസാസുദ്ദീൻ ഒവൈസി മുന്നിലാണ്. 80 മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ 34 BJPയും 36 സമാജ്വാദി പാർട്ടിയും 7 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ലക്നൌവിൽ മുന്നിലാണ്. ഡൽഹിയിലെ 7 സീറ്റുകളിലും BJP ലീഡ് ചെയ്യുന്നു. NDAയ്ക്ക് വേണ്ടി മത്സരിച്ച കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ് മുന്നിലാണ്. 29 മണ്ഡലങ്ങളുള്ള മധ്യപ്രദേശിൽ മുഴുവൻ മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്യുന്നു. BJP സ്ഥാനാർത്ഥിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാനും ജ്യോതിരാദിത്യ സിന്ധ്യയും മുന്നിലാണ്. 48 മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ 13 BJPയും 10 ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും 6 ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവും NCP SP 8 കോൺഗ്രസ് 10 മറ്റുള്ളവർ 1 ലീഡ് ചെയ്യുന്നു. രാജസ്ഥാനിലെ 25 മണ്ഡലങ്ങളിൽ 14 BJPയും 8 കോൺഗ്രസും 1 രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയും CPIMഉം 1 ലീഡ് ചെയ്യുന്നു. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ 24 BJPയും 2 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ഹരിയാനയിലെ 10 മണ്ഡലങ്ങളിൽ 4 BJPയും 5 കോൺഗ്രസും 1 ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നു. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിൽ 7 കോൺഗ്രസും 3 ആം ആദ്മി പാർട്ടിയും 1 ശിരോമണി അകാലിദളും 2 മറ്റുള്ളവരും ലീഡ് ചെയ്യുന്നു. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭകളിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 175 സീറ്റുകളിൽ 131 ഇടങ്ങളിൽ തെലുങ്കുദേശം പാർട്ടി മുന്നിലാണ്. ഭരണകക്ഷിയായ YSRCP 17ഉം BJP 7ഉം ജനസേന പാർട്ടി 20 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഒഡീഷയിൽ 147 നിയമസഭാ മണ്ഡലങ്ങളിൽ 74 സീറ്റുകളിൽ BJPയാണ് മുന്നിൽ. ഭരണകക്ഷിയായ ബിജു ജനതാദൾ 57 ഇടങ്ങളിലും കോൺഗ്രസ് 13 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. CPIM ഒരിടത്തും സ്വതന്ത്ര 2 ലീഡ് ചെയ്യുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA കേവല ഭൂരിപക്ഷത്തിലേക്ക്. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് INDI സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മുന്നിൽ. രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിലും വയനാട്ടിലും ലീഡ്. കേരളത്തിൽ 17 മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം. ആലത്തൂരിൽ LDF മുന്നിൽ. തിരുവനന്തപുരത്തും തൃശൂരും BJP മുന്നേറ്റം തുടരുന്നു. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും പ്രതിപക്ഷ കക്ഷികൾക്ക് മുന്നേറ്റം. ഒഡീഷയിൽ BJPയും ആന്ധ്രയിൽ TDP സഖ്യവും മുന്നിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:30.